اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിപാദിക്കുന്ന ആയത്തുകളെക്കുറിച്ചും അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 178, 179 വചനങ്ങളാണ് ഇനി വിശദീകരിക്കപ്പെടേണ്ടത്. ഇസ്ലാമിലെ ശിക്ഷാവിധികളും വധശിക്ഷയുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രസ്തുത വചനത്തിൽ വിശദീകരിക്കപ്പെടുന്നത്. അതിൽ ഏറെ ഗൗരവത്തോടു കൂടിയാണ് നാം ആ വിഷയത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്നത്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങളൊക്കെ പ്രാകൃതമാണ് എന്നും മനുഷ്യത്വരഹിതമാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്തുകളിൽ ഒന്നുകൂടിയാണ് പാരായണം ചെയ്തു വച്ചിട്ടുള്ള ആയത്തെന്ന് പറയുന്നത്. ആധുനിക കാലത്തിൽ പ്രത്യേകിച്ചും നവ സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന്
സ്വന്തമായി അവകാശപ്പെടുന്ന ആളുകൾ ഏറെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരായത്ത് കൂടിയാണ് ഇത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ പറയുന്നിടത്ത് എനിക്ക് സംഭവിച്ചേക്കാവുന്ന പാകപ്പിഴവുകളും കേൾക്കുന്നിടത്ത് നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന പാകപ്പിഴവുകളും വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ്. പിഴവുകൾ പറ്റാതെ വിഷയം അവതരിപ്പിക്കാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കൃത്യമായി മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ നീങ്ങിക്കിട്ടുവാനും നാഥൻ നിങ്ങൾക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്തിനെ വിശദീകരിക്കുന്നതിന് മുൻപ് ആമുഖമായി ചിലത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്നത് നമുക്കറിയുന്നത് പോലെ ഒരു പ്രകൃതി മതമാണ്. മനുഷ്യൻ്റെ മനസ്സറിയുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും സൃഷ്ടാവുമായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ നിയമങ്ങളെ കൃത്യമായി നിർണയം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാലത്തോ ഏതെങ്കിലും ഒരു നാടിനോ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനങ്ങൾക്കോ അനുസൃതമായി അതിൽ അമെൻമെൻറ്റുകൾ വരുത്തേണ്ടുന്ന, ഭേദഗതികൾ വരുത്തേണ്ടുന്ന ഒരാവശ്യവും ഇസ്ലാമിലെ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. കാരണം അത് മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ സമാധാനപൂർണമായ ജീവിതം ഭൂമിയിൽ സാധ്യമാകുന്നതിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ് അവൻ്റെ മേൽ നൽകിയിട്ടുള്ള നിയമ വസ്തുതകളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഭരണഘടനകളും പല കാലങ്ങളിൽ പല ദേശങ്ങളിലായിക്കൊണ്ട് അതിനെയെല്ലാം അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്കതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ലോകത്ത് എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിൽ തന്നെ 106-ൽ പരം ഭേദഗതികളാണ് നാളിതുവരെയും നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും പലതും എടുത്തു കളയണമെന്നും പുതിയത് പലതും ആഡ് ചെയ്യണമെന്നും ഉള്ള വാദഗതികളും അതിനു വേണ്ടിയുള്ള മുറവിളികളും നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്, മനുഷ്യൻ്റെ മനസ്സറിയുന്ന റബ്ബ് ആ മനുഷ്യന് ഈ ഭൂമിയിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ നിലയിലാണ്, നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ് വിശ്വാസികൾക്കിടയിൽ സംവിധാനിച്ചു വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ 5 കാര്യങ്ങളുടെ സംരക്ഷണം ഇസ്ലാം ഏറെ ഗൗരവത്തോടു കൂടി കാണുന്നതായി കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ ടെർമിനോളജിയിൽ അതിനെ അൽ കുല്ലിയാത്തുൽ ഖംസ് അല്ലെങ്കിൽ അൽ ലറൂറിയാത്തുൽ ഖംസ് എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടതായി നമുക്ക് കാണാം. ഇമാം ഷാത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുവാഫഖാത്ത് ഫി ഉസൂലി ശരിയ എന്ന ഗ്രന്ഥത്തിൽ ഈ 5 ഘടകങ്ങളെക്കുറിച്ചും വളരെ വിശാലമായി പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തത് ഹിഫ്ലുദ്ദീൻ, മനുഷ്യൻ്റെ മതത്തിൻ്റെ സംരക്ഷണമാണ്. ഓരോ മനുഷ്യൻ്റെയും മതം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് അടിസ്ഥാന ഘടകമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ആരെയും നിർബന്ധിച്ച് ഒരു മതത്തിൻ്റെ വക്താവാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു മനുഷ്യൻ ഒരു മതം സ്വീകരിക്കുകയും ആ മതം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷം
അതിന് സാധ്യമായ സാഹചര്യങ്ങൾ അവൻ വസിക്കുന്ന നാട്ടിലുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിന് ശേഷം മദീന നിവാസികളുമായി ഉണ്ടാക്കിയ മദീന ചാപ്റ്റർ, ആ രേഖകൾ നമ്മൾ സവിസ്തരം ഈ മിമ്പറിൽ നിന്ന് വിശദീകരിച്ചതാണ്. അവിടെയുള്ള ആളുകൾക്ക് അവരുടെ മതം അനുസരിച്ച് സമാധാനപൂർണമായി നിർഭയത്വത്തോടുകൂടി അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത രൂപത്തിലുള്ള നിർഭയത്വം അവർക്ക് വകവെച്ച് നൽകും വിധത്തിലാണ് കരാറുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തത് ഹിഫ്ലുൽ അഖിലാണ്. മനുഷ്യൻ്റെ ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാം അടിസ്ഥാനമായി കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിക്ക് ഭംഗം വരുത്തുന്ന ലഹരി പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം അത് കൃത്യമായി ഹറാമാക്കുകയും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ കച്ചവടവുമൊക്കെ നടത്തുന്ന ആളുകൾക്ക് മേൽ കൃത്യമായ നിയമ നിർമ്മാണം നടത്തുകയും അത് നടപ്പിൽ വരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇസ്ലാം. മൂന്നാമത്തത് ഹിഫ്ലുൻ നസ്ലാണ്, വംശ സംരക്ഷണമാണ്. ആളുകളുടെ വംശം ഇതിങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്. അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗം എന്ന് പറയുന്നത് വിവാഹമാണ്, നിക്കാഹാണ്. ആ വിവാഹത്തിലൂടെയാവണം വംശപരമ്പര നിലനിൽക്കേണ്ടത് എന്നും അതല്ലാത്ത മാർഗങ്ങൾ, അത് വ്യഭിചാരത്തിൻ്റെ മാർഗങ്ങളെല്ലാം തന്നെ ഇസ്ലാം ഹറാമാക്കുകയും ആ ഹറാമാക്കിയതിലേക്ക് കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ ഇസ്ലാം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നാലാമത്തത് ഹിഫ്ലുൽ മാലാണ്, ധനത്തിൻ്റെ സംരക്ഷണം. ഒരു നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ധനത്തിൻ്റെ സംരക്ഷണം ഇസ്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്, വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ തന്നെ 188-ാമത്തെ വചനം, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾ മറ്റുള്ളവരുടെ ധനം ഭുജിക്കരുത്, അത് കവർന്നെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അന്യായമായി അവൻ്റെ ധനം നമ്മുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുള്ള പലിശയെ ഇസ്ലാം ഹറാമാക്കി. മാത്രമല്ല അവൻ്റെ കയ്യിൽ നിന്ന് കവർന്നെടുക്കാൻ സാധിക്കുന്ന മോഷണത്തെ ഇസ്ലാം കുറ്റകരമായി പ്രഖ്യാപിക്കുകയും കൃത്യമായ ശിക്ഷാ നടപടികൾ വിധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ 5-ാമത്തതും നാം ഓതിവെച്ച ആയത്തുമായി ബന്ധമുള്ളതും പ്രധാനപ്പെട്ടതുമായ വശം എന്ന് പറയുന്നത് ഹിഫ്ലുൻ നഫ്സാണ്, ജീവൻ്റെ സംരക്ഷണമാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന ഭാഗമായി കൊണ്ട് തന്നെ കണക്കാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയതിന് ശേഷം ആ നടത്തുന്ന ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ ആ പ്രഖ്യാപനത്തിൽ അത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദ, തീർച്ചയായും നിങ്ങളുടെ രക്തം അത് പവിത്രമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് അന്യായമായി ഒരാളുടെയും രക്തം ചീന്താൻ പാടില്ല, അവൻ്റെ ജീവൻ ഹനിച്ചു കളയാൻ പാടില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവൻ പവിത്രമാണ്. ആ പവിത്രമായ ജീവനെ ഹനിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഇനി ആരെങ്കിലും ആ നിയമം മറികടന്നുകൊണ്ട് ആ നിയമത്തെ അതിർലംഘിച്ചുകൊണ്ട് കൊലപാതകം നടത്തുകയാണ് എങ്കിൽ അവിടെ കൃത്യമായ ഒരു ഒരു നിയമം ഇസ്ലാം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം ഓതിവെച്ച ആ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുവാൻ. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ വചനം നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ടത്. യാ യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, നിങ്ങൾക്ക് കൊലപാതകത്തിൽ പ്രതിക്രിയ ഇസ്ലാം നിയമമാക്കിയിരിക്കുന്നു എന്നാണ്. ഇത് വിശദമായി വിശദീകരിക്കേണ്ടതാണ്. കുത്തിബ അലൈക്കും എന്ന പ്രയോഗമാണ് ഇസ്ലാം നടത്തിയിരിക്കുന്നത്, വിശുദ്ധ ഖുർആൻ നടത്തിയിരിക്കുന്നത്. ഇത് തന്നെ, ഈ പ്രയോഗം തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് ഇതേ അധ്യായത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് കുത്തിബ അലൈക്കുമുസ് സിയാം എന്നാണ്. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ഭാഗത്തും പ്രയോഗം ഇത് തന്നെയാണ്. പക്ഷേ അവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ തിരിച്ചറിയാതെ പോയതാണ്, അത് മനസ്സിലാക്കാതെ പോയതാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും തെറ്റായി മനസ്സിലാക്കാനും തെറ്റായി വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള ഇട വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രതിക്രിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ, പെണ്ണിന് പെണ്ണും ആണിന് ആണും സ്വതന്ത്രന് സ്വതന്ത്രനുമൊക്കെയാണ് ഇതിൽ പ്രതിക്രിയക്ക്
വിധേയമാകേണ്ടത് എന്ന്. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ ആയ ചില വശങ്ങളുണ്ട്. ഒരു പെണ്ണ് കൊല ചെയ്യപ്പെടുകയാണ് എങ്കിൽ പെണ്ണിനെ തന്നെ കൊല്ലണം എന്നല്ല മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഒരു പെണ്ണാണ് കൊല ചെയ്തത് എങ്കിൽ ആ പെണ്ണ് തന്നെ, കൊലപാതകി ആരാണോ അല്ലെങ്കിൽ കൊല ചെയ്തത് ആരാണോ അവൻ അടിമയാണ് എങ്കിൽ ആ അടിമ തന്നെയാണ് കൊല ചെയ്യപ്പെടേണ്ടത്. അവൻ സ്വതന്ത്രനാണ് എങ്കിൽ ആ സ്വതന്ത്രനാണ് കൊല ചെയ്യപ്പെടേണ്ടത്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുന്നിടത്ത് നമുക്കിത് കൃത്യമായി ബോധ്യപ്പെടും. ഈ ആയത്ത് അവതരിക്കുന്നത് അറേബ്യയിലുള്ള ആളുകളിലും അതേപോലെ തന്നെ വേദക്കാരായ ആളുകളിലും പരസ്പരം ഈ കൊലക്ക് പകരമായി കൊല നടത്തുക എന്നുള്ളത് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു നിയമമായിരുന്നു. പക്ഷേ അവർ അതിൽ അനീതി കാണിച്ചിരുന്നു എന്ന് കൃത്യമായി കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു ഉന്നത കുലജാതനായ ഒരാൾ കൊല ചെയ്യപ്പെടുകയും കൊലയാളി മറ്റൊരു ഗോത്രത്തിലെ അടിമയുമാണ് എങ്കിൽ ആ കൊല ചെയ്തവനെ കൊല്ലുന്നതിന് പകരം അവിടെ തൂക്കം ഒപ്പിച്ചിട്ട്, മനസ്സിലാക്കേണ്ടുന്നത് കൊലയാളി കൊല ചെയ്യപ്പെടുക എന്നുള്ളതല്ല, അയാൾ ശിക്ഷയ്ക്ക് വിധേയനാവുക എന്നുള്ളതല്ല, നേരെ മറിച്ച് തൂക്കം ഒപ്പിച്ച് അപ്പുറത്തെ ഗോത്രത്തിൽ നിന്ന് അതേ തൂക്കത്തിലുള്ള ഒരു നേതാവിനെയോ ഒരു സ്വതന്ത്രനായ ആളെയോ കൊന്നുകളയുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിരുന്ന നടപടി. അതോടൊപ്പം തന്നെ ഒരു പെണ്ണാണ് കൊല ചെയ്യപ്പെട്ടത് എങ്കിൽ അതിന് സമാനമായി ഇപ്പുറത്തും, നേരെ മറിച്ച് ഒരു അടിമയാണ് കൊല ചെയ്തത് എങ്കിൽ അടിമയെ കൊല്ലുകയും, ഇനി അടിമയാണ് കൊല ചെയ്യപ്പെടുന്നത് എങ്കിൽ അവിടെ ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ട് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ചില നീക്കുപോക്കുകൾ നടത്തി അങ്ങനെ ആളുകൾ ഈ കാര്യത്തിൽ ഒരു നിലക്കുമുള്ള നീതിയും പാലിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി അത് അവിടെ ഇടപെടുന്നത്. നിങ്ങൾ ഒരാൾ കൊല ചെയ്യുമ്പോൾ അത് കൊല ചെയ്ത ആള് സ്വതന്ത്രനാണ് എങ്കിൽ ആരാണോ കൊല ചെയ്തത് അവനാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. എന്നാൽ ആ ആളെ കൊല്ലുക എന്നത് മാത്രമായല്ല ഇസ്ലാം ഒരു പരിഹാരമായി മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് പറഞ്ഞത് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, ഇനി ആരെങ്കിലും തൻ്റെ സഹോദരന് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, ആരെങ്കിലും എന്തെങ്കിലും ദിയ വാങ്ങിയിട്ട് അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ അത് സ്വീകരിക്കുകയും അത് മാന്യമായ രൂപത്തിൽ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. ദാലിക തഖ്ഫീഫും മിൻ റബ്ബിക്കും വറഹ്മ, അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന ആനുകൂല്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തുമാണ് എന്ന് തിരിച്ചറിയണം. ഇത് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി അവിടെ നീതി പുലർത്താൻ പറഞ്ഞെടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് നടപ്പിലാക്കേണ്ടത് ആരാണ്? ഇത് നടപ്പിലാക്കേണ്ടത് വ്യക്തികളല്ല, ഇത് നടപ്പിലാക്കേണ്ടത് മഹല്ലുകളല്ല, ഇത് നടപ്പിലാക്കേണ്ടത് സംഘടനകളല്ല, ഇത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ് എന്ന് വളരെ കൃത്യമായി അതിനെ വിശദീകരിച്ചെടുത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത്തരം ശിക്ഷാ നടപടികൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ വധശിക്ഷ അടക്കമുള്ള ശിക്ഷാ നടപടികൾ പ്രാകൃതവും മനുഷ്യത്വരഹിതവുമാണ് എന്ന വാദം പണ്ടുകാലം മുതൽ തന്നെ നമുക്കിടയിൽ കേൾക്കുന്നുണ്ട്. 1970കളിൽ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ വധശിക്ഷ എന്ന് പറയുന്നത് സമ്പൂർണമായും നിരോധിക്കുന്നതിന് ആവശ്യമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും അതിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് എതിരായി വോട്ട് ചെയ്ത രാജ്യങ്ങളും അത് ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും സമ്പൂർണമായി വധശിക്ഷ ഇല്ലാതാക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്ത നാടുകളിൽ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള അവരുടെ ക്രൈം റേറ്റ്, കൊലപാതകങ്ങൾ മാത്രം പരിശോധിച്ചാൽ, ഒരാളെ വധശിക്ഷക്ക് വിധേയമാക്കുന്ന അതിൽ ഒരു കാരണം മാത്രമായിട്ടുള്ള കൊലപാതകം മാത്രം പരിശോധിച്ചാൽ 2023 കണക്ക് പ്രകാരം അമേരിക്കയിൽ ആകെ നടന്നിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് 22,830 എന്ന് പറഞ്ഞാൽ
1,06.8 ആളുകൾ അമേരിക്കയിൽ പ്രതിവർഷം കൊലപാതകത്തിലൂടെ കൊല ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ 2023 കണക്ക് ലഭ്യമല്ല എങ്കിലും കുറെ കൂടി കഴിഞ്ഞാണ് അത് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ 2021 കണക്ക് പ്രകാരം ആഫ്രിക്കയിൽ 1,76,000 ആളുകളാണ് 2021 മാത്രം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ദക്ഷിണാഫ്രിക്കയിലേക്ക് വരുമ്പോൾ അതിൻ്റെ എണ്ണം പ്രതിദിനം 85 കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന തരത്തിലേക്ക് മാറുകയാണ്. ഇനി നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ സമ്പൂർണ്ണമായും വധശിക്ഷ നിരോധിച്ച നാടല്ല നമ്മുടേത്. അവസാനമായി ഒരു വധശിക്ഷ നമ്മുടെ നാട്ടിൽ നടന്നത് 2020 നമുക്കെല്ലാം അറിയാം. നിർഭയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ 18 വയസ്സിന് താഴെയുള്ള ഒരാളെ മാറ്റി നിർത്തി ബാക്കി 4 പേരെയാണ് വധശിക്ഷക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഇന്ത്യയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2021 ഇന്ത്യയിൽ ആകെ 42,988 ആളുകളാണ് 88 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് നമ്മുടെ ജനസംഖ്യയുമായി തട്ടിച്ച് നോക്കുമ്പോൾ 1,00,000-3 ആളുകൾ വർഷത്തിൽ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് നിരോധിച്ചതും ഇതിന് എതിരെ വോട്ട് ചെയ്തതുമായിട്ടുള്ള രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം പിന്നീടുണ്ടായിട്ടുള്ള ഇത് കേവലം കൊലപാതകങ്ങളുടെ കണക്ക് മാത്രമാണ് ഈ നാടുകളിൽ നടന്നിട്ടുള്ള. ബാക്കിയുള്ള കണക്കുകൾ കൂടി പരിശോധിച്ചാൽ ഈ ക്രൈം റേറ്റ് വളരെ മുകളിലേക്ക് പോകും എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, കൃത്യമായി വധശിക്ഷ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പരിശോധിച്ചാൽ അവിടെയുള്ള കൊലപാതകങ്ങളുടെയും ക്രിമിനൽ കേസുകളുടെ എണ്ണവും താരതമ്യേന കുറവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ ആ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുത ഉണ്ട്. എല്ലാവരുടെയും കൊലപാതകങ്ങളോടുള്ള സമീപനം മാറിയിട്ടുണ്ട്. അതിൻ്റെ ക്രൂരതയും വന്യതയും വലിയ രൂപത്തിൽ വർദ്ധിച്ചു പോയിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. വിദ്യാർത്ഥികളിൽ വരെ ഏറ്റവും അടുത്ത ഉദാഹരണം എന്താണെന്നറിയോ? കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഷഹബാസ് കൊല്ലപ്പെട്ടത് നമുക്കറിയാം. സഹപാഠികൾ കൂട്ടം കൂടി തങ്ങളുടെ സഹപാഠിയെ കൈകാര്യം ചെയ്ത് കൊലപ്പെടുത്തിയതിന് ശേഷം അവർ പരസ്പരം അവരുടെ വാട്സപ്പുകളിൽ നടത്തിയ ചാറ്റുകളിൽ കാണാൻ കഴിയുന്നത്, നീ അവനെ ഒന്ന് പോയി നോക്ക്, അവൻ്റെ കണ്ണ് ഞാൻ ഇടിച്ചു കലക്കിയിട്ടുണ്ട്. ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള വളരെ ക്രൂരമായി മൃഗീയമായി തൻ്റെ സഹപാഠിയെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് കൊലപാതകങ്ങളുടെ വരെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, അതിലെ ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറയുന്നത് ആ കുട്ടികൾ പറഞ്ഞ രണ്ടാമത്തെ ഡയലോഗാണ്. അതെന്താണെന്നറിയോ? ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ലടാ എന്നാണ്. ഇത് +2 പഠിക്കുന്ന അല്ലെങ്കിൽ SSLC പഠിച്ച് +2 പ്രവേശനം കാത്തു നിൽക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളിൽ അവർ നിലനിൽക്കുന്ന നാട്ടിലെ നിയമം അവരിലുണ്ടാക്കിയ മനോഭാവമാണ്. അവിടെയാണ് പലരും ഇസ്ലാമിൻ്റെ നിയമത്തെ ക്രൂശിക്കുവാനും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും അതിനെ മനുഷ്യത്വരഹിതമായി കൊണ്ടുവരുവാനുമൊക്കെ ശ്രമിക്കുന്നത്. അവിടെ കൃത്യമായി ഇസ്ലാം കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ആളുകൾക്ക് ഈ ആയത്ത് വിശദീകരിച്ചതിന് ശേഷം തൊട്ടുടനെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകളെ, 179 വചനം ഇതാണ്. വലക്കും ഫിൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയയിലുണ്ട്, ഹയാത്തുൻ ജീവിതമുണ്ട്. എന്താണെന്നറിയോ? ഇത് കാണുന്ന ആളുകൾക്ക് ഇത് കൃത്യമായി നടപ്പിലാക്കപ്പെടുമെന്ന് ബോധ്യമുള്ള ആളുകൾ ഒരു വേള ഈ തെറ്റുകളിലേക്ക് അടുക്കുന്നതിൽ നിന്ന് ഒന്നറച്ചു നിൽക്കും. പക്ഷേ നമ്മുടെ സാമൂഹ്യ ബോധം എങ്ങനെയാണ്? ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, 18 വയസ്സായിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വലിയ ശിക്ഷകളൊന്നും ഉണ്ടാവില്ല. സമൂഹം അവരെ പഠിപ്പിച്ചു വെക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ സമൂഹം നിലനിൽക്കെ തന്നെയാണ് അതുപോലെയുള്ള ആളുകൾ. നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ നാട്ടിൽ കേട്ട കൊലപാതകങ്ങളുടെ വാർത്തകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഒരു അമ്മയും
ആ സ്ത്രീയുടെ കാമുകനും ചേർന്ന് 2 കുട്ടികളെയാണ് ജനിച്ച ഉടനെ കഴുത്തു നെരിച്ച് കൊന്നുകളഞ്ഞിട്ട് കുഴിച്ചു മൂടിയത്. 2ാമത്തതിലാണ് പിടിക്കപ്പെട്ടത്. അവരും ഭേദമല്ലാത്ത നാളുകൾ ജയിലിൽ വസിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട എത്ര സഹോദരന്മാരാണുള്ളത്? ഒന്ന് വിശദീകരിക്കാൻ പോലും കഴിയാത്ത വിധം വന്യമായി കൊല ചെയ്യപ്പെട്ട എത്ര ആളുകൾ. ആ കൊല ചെയ്ത ആളുകളൊക്കെ എവിടെയാണുള്ളത്? ഒന്ന് ആലോചിക്കണ്ടേ. അവരെല്ലാം സുഖവാസത്തിലാണ്. സുഖവാസം കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു വരുന്ന ഒരു സമയത്തിന് വേണ്ടി നാട് കാത്തിരിക്കുകയാണ്. പലരും ഇതേ അക്രമ പ്രവർത്തനങ്ങൾ തന്നെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് അഹമ്മദ് മത്തർ എന്ന് പറയുന്ന ഒരു ഇറാഖി കവിയുടെ വാക്കുകൾ നമ്മൾ കൃത്യമായി ഒന്ന് അദ്ദേഹത്തിൻ്റെ കവിതയിലെ 2 ശകലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖത്ലുംറിഇൻ ഫീ ഗാബത്തിൻ ജരീമത്തുൻ ലാ തുഗ്തഫർ. ഒരു കാട്ടിൽ വെച്ച് ആ കാട്ടിലുള്ള ഏതെങ്കിലും ഒരു ജീവി കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും പൊറുക്കാനാകാത്ത പാപമാണ്. ഇത് പറയുന്നത് കവി ഈ വരികൾ എഴുതുന്നത് 1950കളിലാണ്. 54-ൽ ജനിച്ച മനുഷ്യനാണ്. അപ്പോൾ അതിനു ശേഷമാണ് ഈ വരികൾ എഴുതുന്നത്. കാട്ടിൽ വെച്ച് ഒരു വന്യമൃഗം വേട്ടയാടി കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പൊറുക്കാനാകാത്ത പാപമാണ്. എന്നാൽ എന്നാൽ ഒരു വംശം മുഴുവൻ, ഒരു നാട് മുഴുവൻ അരുംകൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നമ്മുടെ ലോകക്രമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിൽ അരുംകൊല ചെയ്യപ്പെടുമ്പോൾ ലോകരാജ്യങ്ങൾ നോക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്താണ് സംഭവം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നടപടികളൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നായയെ കൊന്നതിൻ്റെ പേരിൽ കാര്യമായി ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ ഒരു സമൂഹത്തെ ഒന്നായി വംശഹത്യ നടത്തിയതിന് ശേഷം, അവരെ ഒന്നായി ഇല്ലാതാക്കിയതിന് ശേഷം ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് അവർക്ക് വോട്ട് നൽകി അവരുടെ ഭരണാധികാരികളാക്കിയ ഒരു സാമൂഹിക ക്രമത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഈ നിയമത്തെ വായിക്കുന്നത്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞ ഈ നിയമത്തെ പരിഹസിക്കപ്പെടുന്നത്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞ ഈ നിയമത്തെ അവമതിക്കപ്പെടുന്നത്. പറഞ്ഞു വെച്ചത് ഇത് നടപ്പിലാക്കേണ്ട ആളുകളല്ല നമ്മൾ, നേരെ മറിച്ച് നമുക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാവണം ഇസ്ലാം പറഞ്ഞ നിയമത്തെക്കുറിച്ച്. ഇസ്ലാം വന്യമാണ് എന്ന് പറയുന്നവരോട്, മനുഷ്യത്വരഹിതമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ കൃത്യമായി ഈ ആയത്ത് കൊണ്ട്, ഈ നിയമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയെങ്കിലും നമ്മൾ വിഷയം മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും ഇതിങ്ങനെ പ്രസംഗിക്കുകയും ഫേസ്ബുക്കുകളിൽ കുറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും തോന്നിപ്പോകാറുണ്ട്, ശരിയാണ് അവർ പറയുന്നത്, എത്ര നികൃഷ്ടമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെന്ന്, അല്ലെങ്കിൽ എത്ര മനുഷ്യത്വരഹിതമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് തോന്നിപ്പോകുന്നുണ്ട് എങ്കിൽ അതിലെ കൃത്യമായ ഇടപെടൽ എന്ന് ആ മരിച്ചുപോയ ആളുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ മരിച്ചു പോകുമ്പോൾ അനാഥമാകുന്ന ബാല്യങ്ങളുണ്ട് നാട്ടിൽ. അവരുടെ അവകാശത്തെ ആരാണ് സംരക്ഷിക്കുക? പിതാവിൻ്റെ ഘാതകൻ അവർക്ക് മുന്നിലൂടെ ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നത് കാണേണ്ടി വരുന്ന മക്കളുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. എങ്ങനെയാണ് അവർ പ്രതികരിക്കാതിരിക്കുക? അതുണ്ടാവാൻ പാടില്ല. അവിടെ കൃത്യമായ നിയമം ഉണ്ടാവണം എന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകം ചെയ്ത ആളുകൾ അവർ വധശിക്ഷക്ക് വിധേയരാകേണ്ട ആൾ തന്നെയാണ് എന്ന് കൃത്യമായി. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആളുകളെ ഇങ്ങനെ കൊന്നു തള്ളാനുള്ള ഇസ്ലാമിൻ്റെ ത്വരയോ ഇഷ്ടമോ ഒന്നുമല്ല. നേരെ മറിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിന് മാതൃകയായി ഇങ്ങനെ മുന്നിലുണ്ടാവണം. സമാധാനപൂർണമായ ഒരു സമൂഹ സൃഷ്ടിക്ക് കർശനമായ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുടെ ഇടപെടലുകളിൽ നിന്ന് കൃത്യമായ ബോധത്തോടുകൂടി അതിനെ നേരിൽ കാണുവാനുമുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഒരു വ്യായാമ മുറയുമായി ബന്ധപ്പെട്ടതാണ്. വിഷയം നമുക്കെല്ലാം അറിയാം. വ്യായാമ മുറയുടെ പേരും അതിൻ്റെ രീതിയും ഒക്കെ അറിയാം. അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. അതിന് എതിരായുള്ള ശബ്ദങ്ങൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും നടപടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ പലപ്പോഴും ചർച്ചയാവുന്നത് ഒരു ഭരണകൂടം പുതിയ ഒരു സമീപനത്തെ, അതും വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിൽ വരുത്തുമ്പോൾ അവർ അനുശാസിക്കേണ്ടുന്ന ജനായത്ത ക്രമത്തെ സംബന്ധിച്ചിടത്തോളമാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായില്ല. അത് എങ്ങനെ നടത്തണം, ആ രൂപത്തിലൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഇസ്ലാമിന് അതിനപ്പുറം ചില ഇടപെടലുകൾ ഈ വിഷയത്തിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുമുണ്ട്. അത് വിശദീകരിക്കുകയോ അതിനെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ നിലപാട് എന്താണ്, ഈ രൂപത്തിലുള്ള ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾക്കിടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ്, നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്ന നമ്മുടെ മക്കളുടെ നിലപാട് എന്താണ്. പലപ്പോഴും കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ, അത് നടപ്പിലാക്കുന്നിടത്ത് അവ്വൽ സൊഫിൽ നമ്മുടെ മക്കളാണ്. ഒന്നാമത്തെ സൊഫിലുണ്ട് നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾക്ക് അതിന് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. നിലപാടുകൾ എടുക്കാൻ നമ്മുടെ മക്കൾ പര്യാപ്തമല്ലാതായിരിക്കുന്നു എന്നാണ്. അവരവിടെ കൃത്യമായ ഇടപെടലുകളോ നിലപാടുകളോ എടുക്കുന്നില്ല. ഇതൊരു സൂംബയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിന് മുൻപ് ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. അവിടെയും നമ്മുടെയും നമ്മുടെ മക്കളുടെയും നിലപാടെന്ന് പറയുന്നത് ഇതുതന്നെയാണ്. വിദ്യാഭ്യാസം നേടണം, നല്ലൊരു സ്ഥാപനത്തിൽ ചേരണം, അതിന് ഏത് യൂണിഫോം ആയാലും കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതേ യൂണിഫോം ധരിച്ചു പോകുന്ന മക്കൾ നമ്മുടെ വീടുകളിലുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നിലപാട് എന്ത് എന്നുള്ളതാണ്. ഹലാലും ഹറാമും വേർതിരിഞ്ഞു കഴിഞ്ഞാൽ ഹറാം ഒഴിവാക്കി എന്തു തന്നെ വന്നാലും ഹലാലിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്ന ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ടുന്ന ഉറച്ച നിലപാടുണ്ടല്ലോ, അത് മാതാപിതാക്കൾക്കും എടുക്കാൻ കഴിയണില്ല, മക്കൾക്കും അത് എടുക്കാൻ കഴിയണില്ല, അവരെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധിക്കുന്ന കാര്യമാണല്ലോ പറയേണ്ടത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. നമുക്കത് എടുക്കാൻ കഴിയില്ല. എന്താണെന്നറിയോ, ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തണം എന്ന് പറഞ്ഞ ഈ വ്യായാമ മുറയേക്കാൾ ആഭാസകരമാണ് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടാണ് ഈ കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എങ്കിൽ 60-70 വയസ്സുള്ള വല്യമ്മമാർ മുതൽ ചെറുതിങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പ്രായമായ ആളുകളെല്ലാം ഇതിനേക്കാൾ ആഭാസകരമായ രൂപത്തിലാണ് നമ്മുടെ വിവാഹവേദികളിൽ, വീടുകളിൽ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യില്ല എന്ന് പറയാൻ കഴിയുക? അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്കതിന് സാധ്യമാകാത്തത് എന്നാണ് ആലോചിക്കണത്. ഈമാനുള്ള ആളുകൾ തന്നെ, മുസ്ലിങ്ങൾ തന്നെ. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും നമുക്ക് കൃത്യമായ ഒരു നിലപാട് എടുക്കണം എന്നതാണ്. കുട്ടികളെ അത് കൃത്യമായി പഠിപ്പിക്കണം.
നമ്മുടെ വിവാഹത്തിൻ്റെ രീതി ഇതാണ്. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതെല്ലാം നമുക്ക് പറ്റാത്തതാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കണം. അവിടെ നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ നമ്മുടെ വീറ്റോ പവർ ഉപയോഗിക്കാറുണ്ട്. ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ ആ പവർ ഉപയോഗിക്കാറുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്നെത്ര കാര്യങ്ങളിൽ പറയുന്നുണ്ട്. എന്ത് ഈ കാര്യത്തിലൊന്നും പറയാൻ പറ്റാത്തത്? അവിടെ പലരുടെയും ഇടപെടലുകൾ ഉണ്ടാണ്. കുട്ടികളുടെ സന്തോഷം നോക്കുകയാണ്, നാട്ടുകാർ മൊത്തം എങ്ങനെയാണ് എന്ന് പറയണം. അതുകൊണ്ട് നമ്മൾ നിലപാടുകൾ തുടങ്ങേണ്ടുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്, അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിൽ നിന്നാണ്. അവരുടെ വസ്ത്രധാരണത്തിൻ്റെ മര്യാദകൾ, ഇസ്ലാമിൻ്റെ മര്യാദകൾ ആരംഭിക്കേണ്ടുന്നത് നമ്മുടെ വീടകങ്ങളിൽ നിന്നാണ്. എങ്കിലേ ഈ രൂപത്തിലുള്ള പരിഷ്കാരങ്ങൾ എന്ന പേരിൽ കൊണ്ടുവരുന്ന നടപടികൾക്ക് എതിരെ ശബ്ദമുയർത്താൻ നമുക്ക് അർഹതയുണ്ടാകുള്ളൂ. അതിന് ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പുലർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയിലെ ഇന്നത്തെ കളക്ഷൻ പലതവണ നമ്മളിതിങ്ങനെ ആവർത്തിച്ച് സൂചിപ്പിക്കാറുള്ളതാണ്. നമ്മുടെ പള്ളി ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലഭിക്കുന്ന നമ്മുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന സംഭാവനകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സമീപനം, ഒരു സഹായ മനസ്ഥിതി അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതിനേക്കാൾ അപ്പുറം നാളെ പരലോകത്ത് എനിക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സ്വതക്കയായി, അമലായി ഇതിനെ കണ്ടുകൊണ്ട് വേണം അതിനോടുള്ള നമ്മുടെ സമീപനം സ്വീകരിക്കുവാൻ. അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന രൂപത്തിൽ അതിനോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദാനധർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.